ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് അൾട്രാ ബേസ് കൊണ്ടുള്ള സോപ്പാണ്. അതിലേക്ക് ഞാൻ അലോവേരയുടെ എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ബേസ് 1/2 കിലോ ഉണ്ട്. അതിന് എടുത്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് റോസ് വാട്ടർ ഞാൻ വീട്ടിൽ ചെയ്തത് തന്നെയാണ്. പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഓയിൽ തന്നെയാണ്. ഇതിനാണ് എഫക്റ്റ് നല്ല കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതിൽ ആൽമണ്ട് ഓയിൽ, പിന്നെ ഇത് ഒലിവ് ഓയിലാണ്, ഒലിവ് ഓയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാം നല്ല കൂടിയ ലോക്കലായിട്ടുള്ള ഐറ്റംസ് അല്ല ആഡ് ചെയ്യുന്നത്. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. പിന്നെ ഇത് സ്മെല്ലിന് വേണ്ടി ക്യാമെ എന്നുള്ള ഫ്രാഗ്രൻസാണ് യൂസ് ചെയ്യുന്നത്. ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റ്. എത്രയാണ് ഇതിന് ചെയ്യേണ്ട സാധനങ്ങൾ? പിന്നെ മോൾഡ് ഞാൻ പിയേഴ്സിൻ്റെ മോൾഡിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇത് ഒലിവ് ഓയിലാണ്, കുറച്ചൊഴിച്ചാൽ മതി, 1/2 കിലോയിലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കുറേശ്ശെ ഒഴിക്കണം. വെജിറ്റബിൾ ഗ്ലിസറിനാണിത്, അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്, അത് 1-2 തുള്ളി മതി കേട്ടോ. പിന്നെ ഇത് ആൽമണ്ട് ഓയിലാണ്, അത് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം, എന്ന് വെച്ചാൽ അടപ്പ് ഇങ്ങനത്തെയാണ്. മതി ആൽമണ്ട് ഓയിൽ. ഇതിനി അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ്, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരല്പം റോസ് വാട്ടർ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി സ്മെല്ലിന് വേണ്ടിയുള്ളത് ഇനിയുള്ളൂ. പിന്നെ ഒലിവ് ഓയിലുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ അതും കുറച്ച് ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യാനായിട്ടുള്ളത് സ്മെല്ലിന് വേണ്ടിയുള്ള ഇത് മാത്രമേ ആഡ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഡബിൾ ബോയിൽ അതിൽ നിന്ന് ഒരു കഷ്ണം ആ വെള്ളത്തിലേക്ക് വീണ് പോയി കേട്ടോ. അതാണ് പതഞ്ഞ് വരുന്നത്. അപ്പോൾ ഒന്നും വീഴാതെ തന്നെ ചെയ്യണം. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വെച്ചപ്പോഴും ഒന്നങ്ങ് വീണ് പോയി, നിറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വാങ്ങി വച്ചതിന് ശേഷം നമുക്ക് സ്മെല്ലിന് വേണ്ടിയുള്ളത് നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, എല്ലാവർക്കും ചെയ്യാം. സോപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽ ചെയ്യാം. എങ്ങനെ വേണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബേസെല്ലാം നല്ലവണ്ണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് സ്മെല്ലിന് വേണ്ടിയുള്ളതും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ സ്മെല്ലിന് വേണ്ടിയുള്ളത് ക്യാമയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇന്ന്. അപ്പോൾ അതും കൂടെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മണം വേണോ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സോപ്പ് കഴിയും വരെ നമുക്ക് സ്മെല്ല് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കണം സ്മെല്ല്. അതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബേസെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. 5 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനി 2-3 മണിക്കൂറൊക്കെ മതി. അത്രയും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സോപ്പ് റെഡിയാകും. ആ സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് അൾട്രാ വൈറ്റ് സോപ്പ്. 3 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. പാക്ക് ചെയ്തും ഞാൻ വെച്ച് കഴിഞ്ഞതാണ്. പേപ്പറൊക്കെ പോയിന്നൊക്കെ വെച്ചിട്ടുണ്ട്. 5 എണ്ണമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.